ഇനി മലയാറ്റൂരിലേക്ക് നടന്നു പോകുന്നൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടു. ഇക്കുറി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ വെള്ളയാംകുടി പള്ളിയിൽ കുർബാന കണ്ട് മടങ്ങി വരുന്ന വഴിയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ആദ്യത്തെ ചോദ്യം തന്നെ ഏറ്റവും സന്തോഷകരമാണ്. മലയാറ്റൂരിലേക്ക് നടന്നു പോകുന്നു എന്ന് കേട്ടു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ 16-ാം വയസ്സിൽ ആരംഭിച്ചതാണ്. ചക്കാമ്പഴ എൻ്റെ വീട്ടിൽ നിന്ന് രാമപുരം, കൂത്താറ്റുകുളം, മൂവാറ്റുപുഴ, കീഴില്ലം, കുറുപ്പമ്പടി, അവിടെ ചെന്നിട്ട് കോടനാട് എത്തി മലയാറ്റൂർ മല കയറി തിരിച്ചു വരും. മലയാറ്റൂരിലെ റൂട്ടിലുള്ള പോകുന്ന KSRTC ഡ്രൈവർക്ക് ഇതേപോലെ പരിചയമുണ്ടോ സംശയമാണ്. ആ നിലയിൽ പോകുമ്പോൾ ഈ വർഷം നടക്കുമ്പോൾ പ്രത്യേകത, ഇലക്ഷൻ വന്നുകൊണ്ടുള്ള നടപ്പല്ല, ഇത് തുടർച്ചയായ 40-ാം വർഷമാണ് ഞാൻ മലയാറ്റൂരിലേക്ക് മല കയറുന്നത്. ഞാൻ പ്രായം കണ്ടുപിടിച്ചു. 16-ാമത്തെ വയസ്സിൽ തുടങ്ങി 40 വർഷമായി. പ്രേക്ഷകർ കണക്ക് കൂട്ടിക്കോ. പറയത്തില്ലല്ലേ, 40 വർഷമായിട്ട് മലയാറ്റൂർ. അത് 19 കിലോമീറ്റർ ഇല്ലേ, 70-75 അല്ലേ? ഇത് മൊത്തം നടക്കുമോ? ഇവിടെ പാലയിലെ വീട്ടിൽ നിന്ന് തുടങ്ങി, വീട്ടിൽ നിന്ന് ആരംഭിച്ച് രാമപുരം വന്ന് കൂത്താട്ടുകുളം ചെന്ന് മീൻകൊന്ന് ചെല്ലുമ്പം ഒരു 1-2 മണിക്കൂർ മീൻകൊന്ന പള്ളിയുടെ അല്പ വിശ്രമം, വീണ്ടും തുടരും. ഇന്ന് രാത്രിയിലാണോ പോകാൻ പോകുന്നത്? ഇന്ന് രാത്രി പോകും. രാത്രി മുഴുവൻ നടക്കും? രാത്രി മുഴുവൻ നടക്കും. അങ്ങനെയായിട്ട് പകൽ ചൂടിനെ കുറേ ഒന്ന് ആശ്വാസകരമാക്കാമല്ലോ എന്ന് വിചാരിച്ച് രാത്രി നടപ്പ് കൂടുതലാക്കും. എങ്കിലും അതൊരു വിശ്വാസമാണ്. ഞാനൊരിക്കൽ ഓർക്കുന്നു, ഇവിടുന്ന് കൊട്ടാരക്കര അപ്പറെ, നമ്മുടെ വെഞ്ഞാറമൂടിന് ഇപ്പറെ വെച്ച്, അതെ, ഞാൻ ഇവിടുന്ന് രാത്രി കൂത്താറിന് ബസ് യാത്ര ചെയ്യുക. അപ്പോൾ ഒരു രാത്രി 2 മണി സമയമായി. ഇതേപോലെ ബസ് പോയി വേറെ ഒരു വണ്ടിക്കിട്ട് ഇടിക്കുന്നു. ഞാൻ ഈ 15-ാമത്തെ സീറ്റായിരുന്നു. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ച് റോഡിൽ പോയി. അപ്പം വലിയ ഒച്ചപ്പാട്, ബഹളം. ഞാനൊന്ന് ചാടി കയറ്റു. എനിക്കെല്ലാം സംഭവിച്ചു. എനിക്കൊന്നും സംഭവിച്ചായിട്ട് തോന്നിയില്ല. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 6-7 വർഷം മുമ്പ്, പിന്നെ ഇപ്പം സമീപകാലത്ത്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ചാടി കയറ്റു നോക്കി. എനിക്കൊന്നും പറ്റിയതായിട്ട് തോന്നിയില്ല. അപ്പം ആൾക്കാരെല്ലാം വലിയ ബഹളം. വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോറ് പുറത്ത് ഇറക്കുന്നു. 10-12 പേരെ കോളർബോൺ ഇടിച്ച് വെഞ്ഞാറമൂട് ആശുപത്രി കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷ നടക്കുന്നു. അതിനെല്ലാം ഞാൻ നേതൃത്വം കൊടുക്കുക. ഞാൻ വണ്ടിയെ തെറിച്ച് പോവുകയും ചെയ്തു. എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്, ഒരു വിശ്വാസി എപ്പോഴും അവൻ്റെ വിശ്വാസം സത്യസന്ധമായി പറയുന്നതാണ് നല്ലത്. ഒരു മതേതര സങ്കല്പമുള്ള രാജ്യത്ത് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടാനും പറയാനും കഴിയുന്നത് നമ്മുടെ മതനിരപേക്ഷതയും മതേതരത്വത്തെയും കുറേ കൂടി ശക്തിപ്പെടുത്താൻ ഉപകരിക്കും.